ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, യേശു കർത്താവിൻ്റെ തന്നെ നാമത്തിൽ അങ്ങേക്ക് സ്നേഹവന്ദനം. ഇന്ന് ജൂൺ 24. ഒന്നാമത്തെ വായനാഭാഗം ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം. ബാലനായ ശമൂവേൽ പ്രവാചകൻ ഇന്ന് ഏലിയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്തു പോന്നു വരികയാണ്. നമ്മൾ വായിക്കുന്നത്, ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെയില്ലായിരുന്നു. ഒരു ദിവസം ഏലി പുരോഹിതനും അതുപോലെ തന്നെ ശമൂവേൽ ബാലനും ഉറങ്ങാൻ പോയതിന് ശേഷം രാത്രി ഒരു വെളിശബ്ദം കേട്ടിട്ടാണ് ശമൂവേൽ ബാലൻ ഉണരുന്നത്. ശമൂവേലെ എന്നൊരു വിളി കേട്ടു. ഉണർന്നു നേരെ ഏലി പുരോഹിതൻ്റെ അടുത്ത് പോയി, യജമാനെ അങ്ങനെ വിളിച്ചുവോ, എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല മോനെ, ഞാൻ നിന്നെ വിളിച്ചില്ല, നീ പോയി കിടന്നോളാൻ പറയും. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പം രണ്ടാമതും ശമൂവേലെ എന്ന് വിളിച്ചു. അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവമാണ് ശമൂവേലെ ശമൂവേലെ എന്ന് വിളിച്ചത്. ശമൂവേൽ രണ്ടാമത് എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് പോയി, അടിയനിതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല മോനെ, നീ പോയി കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. അന്ന് വരെ ശമൂവേൽ യഹോവയെ അറിഞ്ഞിരുന്നില്ല. യഹോവയുടെ വചനം അന്ന് അവന് വെളിപ്പെട്ടതുമില്ല. ദൈവം ശമൂവേലിനെ മൂന്നാമതും വിളിച്ചു. ശമൂവേലെ അപ്പോഴും എഴുന്നേറ്റ് ഓടിപ്പോയി ഏലി പുരോഹിതൻ്റെ അടുത്ത് ചെന്നിട്ട്, എന്നെ വിളിച്ചല്ലോ, എന്തിനാ വിളിച്ചത് ചോദിച്ചു. ഇല്ല മോനെ, ഞാൻ നിന്നെ വിളിച്ചില്ല. പക്ഷേ ഏലി പുരോഹിതന് കാര്യം മനസ്സിലായി, ദൈവമാണ് ബാലനെ വിളിച്ചത് എന്ന്. ഇനി നിന്നെ വിളിച്ചാൽ യഹോവ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി കിടന്നു. ദൈവത്തിൻ്റെ ദൂതൻ മുമ്പിൽ വന്നു. യഹോവ വന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ദൂതനാണ് വന്നതെന്നുള്ളത്. അപ്പോൾ യഹോവ വന്ന് മുമ്പിലത്തെ പോലെ ശമൂവേലെ ശമൂവേലെ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ദൈവം പറഞ്ഞത്, ഞാൻ ശമൂവേലിനോട് അരുളി ചെയ്തത് ഇതാ, ഞാൻ ഇസ്രായേലിൻ്റെ യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത് ഇതാ, ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവൻ്റെ ചെവി രണ്ടും മുഴങ്ങും. ഞാൻ ഏലിയുടെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്തതൊക്കെയും ഞാൻ അന്ന് അവൻ്റെ മേൽ ആദ്യന്തം നിവർത്തിക്കും. അവൻ്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായ കൊണ്ട് ഞാൻ അവൻ്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ അവനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് സംഭവിക്കും. ഏലിയുടെ ഭവനത്തിൻ്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വരികയില്ല എന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. പിന്നെ ശമൂവേൽ രാവിലെ വരെ കിടന്നുറങ്ങി. രാവിലെ യഹോവയുടെ ആലയത്തിലെ വാതിലുകളെ തുറന്നു. എന്നാൽ ഈ ദർശനം ഏലി പുരോഹിതനെ അറിയിക്കാൻ ശമൂവേലിനൊരു വിഷമമായിരുന്നു. എങ്ങനെ പറയും ഇങ്ങനൊരു കാര്യം. പക്ഷേ ശമൂവേലിനെ വിളിച്ചിട്ട് ഏലി പുരോഹിതൻ ചോദിച്ചു, ശമൂവേലെ മകനെ, ഇന്നലെ നിനക്കുണ്ടായ അരുളപ്പാട് എന്ത്? എന്നെ ഒന്നും മറയ്ക്കരുത് എന്ന് പറഞ്ഞു. നിന്നോട് അരുളി ചെയ്ത സകലത്തിൻ്റെ ഒരു വാക്കെങ്കിലും മറച്ചാൽ ദൈവം നിന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ സകല കാര്യവും പറഞ്ഞു ഏലി പുരോഹിതനോട്. കഴിഞ്ഞ ദിവസം ദൈവം വന്ന് തന്നോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഏലി പുരോഹിതനോട് ശമൂവേൽ ബാലൻ പറഞ്ഞു. അപ്പോൾ ശമൂവേൽ ബാലൻ പറഞ്ഞത് കേട്ടത് മനസ്സിലാക്കി ഏലി പുരോഹിതൻ പറഞ്ഞത്. അപ്പോൾ ഏലി പുരോഹിതന് ദൈവത്തെ സംബന്ധിച്ച് നല്ല വ്യക്തതയുണ്ട്. ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവനാണ്. ദൈവം തൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എതിർത്ത് പറയാൻ, ക്രിസ്തുവിനെ പോലെ തന്നെ എതിർത്ത് പറയാൻ മനസ്സ് കാണിക്കാത്ത ഒരു നല്ല ദൈവഭക്തനായിരുന്നു ഏലി. അതുകൊണ്ട് തന്നെ ഏലി പറഞ്ഞു, യഹോവയല്ലോ തൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് യേശു ക്രിസ്തു പറഞ്ഞത്, അങ്ങയുടെ ഹിതം തന്നെ നിറവേറപ്പെടുമാറാകട്ടെ. യഹോവയുടെ ഇഷ്ടം തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അത് അവിടെ തീർന്നു. പിന്നെ ശമൂവേൽ ബാലനെ കുറിച്ച് പറയുന്നത്, ശമൂവേൽ ബാലൻ വളർന്നു, ദൈവം അവനോട് കൂടി ഉണ്ടായിരുന്നു, അവൻ്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ദാൻ മുതൽ ബേർശേബ വരെ ഉള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് അവരെല്ലാ മനുഷ്യരും ഗ്രഹിച്ചു. ഇങ്ങനെ യഹോവ ശിലോവിൽ വെച്ച് ശമൂവേലിനെ യഹോവയുടെ വചനത്തിൽ വെളിപ്പെട്ട ശേഷം വീണ്ടും പല പ്രാവശ്യം ശിലോവിൽ വെച്ച് ദൈവം ശമൂവേൽ ബാലന്, അല്ലെങ്കിൽ മുതിർന്ന യുവാവായ ശമൂവേലിന് വീണ്ടും വീണ്ടും പ്രത്യക്ഷനായിട്ടുണ്ട് എന്ന് നമ്മൾ ഇന്നത്തെ വായനയിൽ വായിക്കുന്നു.
രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 49 അധ്യായം. ഇവിടെ ദൈവം ഇസ്രായേലിനെക്കുറിച്ച്, ഇസ്രായേൽ ഗ്രഹത്തെക്കുറിച്ച്, ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നതും ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നതുമായ കാര്യങ്ങൾ എന്ന രീതിയിലാണ് ഇതിനെ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത്, ദ്വീപുകളെ എൻ്റെ വാക്ക് കേൾപ്പിൻ, ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പിൻ. യഹോവ ഗർഭം മുതൽ എന്നെ വിളിച്ചു. ശരിയാണല്ലോ. യാക്കോബ് യേശാവും അവരുടെ അമ്മാമ അവരെ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഈ ഇതിനെക്കുറിച്ച് റെബേക്കായോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ ഉദരത്തിൽ ആയിരിക്കുന്ന ശിശുക്കളെക്കുറിച്ച് അവരാരൊക്കെയാണെന്നും അവരുടെ ഭാവി എന്താണെന്നും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പം ഗർഭം മുതൽ എന്നെ വിളിച്ചു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എൻ്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. മനസ്സിലായല്ലോ. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി തൻ്റെ പൂണിയിൽ വെച്ചു. എന്നിട്ട്, ഇസ്രായേലേ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും എന്നും അരുളി ചെയ്തു. എങ്കിലും എൻ്റെ ന്യായം യഹോവയുടെ പക്കലും എൻ്റെ പ്രതിഫലം എൻ്റെ ദൈവത്തിൻ്റെ പക്കലും ഇരിക്കുന്നു. ഞാൻ യഹോവയ്ക്ക് മാന്യനും എൻ്റെ ദൈവം എൻ്റെ ബലവുമാകുന്നു. നീ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ. എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്ന് ദൈവം അരുളി ചെയ്തു. അവിടെ 7-ാമത്തെ വാക്യത്തിൽ, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനും അവൻ്റെ പരിശുദ്ധനുമായ യഹോവ സർവ്വനിന്ദിതനും ജാതിക്ക് വെറുപ്പുള്ളവനും അധിപതികൾക്ക് ദാസനുമായവനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുകയാണ്, സർവ്വനിന്ദിതനാണ് ഇസ്രായേൽ, ജാതിക്ക് വെറുപ്പുള്ളവനാണ്, അധിപതികളുടെ ദാസനുമാണ്. അപ്പോൾ അധിപതികളുടെ ദാസനാവുന്ന കാലങ്ങൾ പല സമയത്തുണ്ടായിട്ടുണ്ട്. പല രാജ്യങ്ങളും പിടിച്ചുകൊണ്ട് പോകും, പല രാജ്യങ്ങളും അവിടെ വന്ന് അധിനിവേശം ഉണ്ടാക്കും. ആ കാലങ്ങളിലൊക്കെ അവർ ഈ മറ്റ് പല രാജാക്കന്മാർക്കും അടിമകളായിട്ടുണ്ട്, അല്ലെങ്കിൽ കീഴായിട്ടുണ്ട്. അത് ദൈവം വരുത്തിയതാണ്. അവരുടെ സ്വഭാവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ സംഭവിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രയോഗം, സർവ്വനിന്ദിതൻ, ജാതിക്ക് വെറുപ്പുള്ളവൻ, അധിപതികളുടെ ദാസൻ എന്ന് ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് 8-ാമത്തെ വാക്യത്തിൽ അവിടെ തന്നെ പറയുന്നുണ്ട്, വിശ്വസ്തനായ യഹോവ നിമിത്തവും നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ പരിശുദ്ധൻ നിമിത്തവും രാജാക്കന്മാർ കണ്ട് എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ കണ്ടു നമസ്കരിക്കുകയും ചെയ്യും. അതങ്ങനെയാണെങ്കിലും ഞാൻ മുഖാന്തരം, ഞാൻ കാരണം നിങ്ങളെ മറ്റുള്ളവർ നമസ്കരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കാലം വരും. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവിനെന്നും അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിയിൽ വരുവിനെന്നും പറവാനും ഞാൻ നിന്നെ കാത്തു. നിന്നെ ജനത്തിൻ്റെ നിയമമാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ജനത്തിൻ്റെ നിയമമാക്കി നിന്നെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഭൂമി മുഴുവനും ഉള്ള, അല്ലെങ്കിൽ ഭൂമിയുടെ നിയമമാക്കിയാണ് നിന്നെ വെച്ചിരിക്കുന്നത്. അപ്പം നിനക്കുള്ള നിയമങ്ങളൊക്കെ അത് ഭൂമിയുടെ നിയമങ്ങളാണ്. നീ മാത്രവുമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീയാണ് ഭൂമിക്ക് നിയമം നടത്തേണ്ടത്. ഭൂമിയുടെ അധിപതിയായി വരും, അല്ലെങ്കിൽ സകലത്തിൻ്റെയും അധിപതിയായി ഇസ്രായേൽ വരും, അല്ലെങ്കിൽ ഇസ്രായേലിനായ യേശുക്രിസ്തു വരും, ഒക്കെ അതിനകത്തുണ്ട്. അപ്പം അത് വരാനിരിക്കുന്ന കാലത്ത് നിന്നെ ജനത്തിൻ്റെ നിയമമാക്കി, നീ തന്നെയാണ് നിയമം, നീയാണ് നിയമം നടപ്പിലാക്കുന്നത്. ആകാശമേ ഘോഷിച്ചുല്ലസിക്കുക, ഭൂമിയെ ആനന്ദിക്കുക, പർവ്വതങ്ങളെ പൊട്ടിയാർക്കുവിൻ. യഹോവ തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു, തൻ്റെ അരിഷ്ടന്മാരോട് കരുണ കാണിക്കുന്നു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുന്ന കാര്യമാണ് അതും. അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിരിക്കുന്നു. ഇതെല്ലാ തെറ്റുകളും ചെയ്ത് എന്തുമാത്രം മറ്റു മനുഷ്യർക്ക് ദോഷമുണ്ടാക്കിയിട്ടുണ്ട്, ദൈവത്തിനെതിരെ നിന്നിട്ടുണ്ട്, അനീതികൾ ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്, ന്യായങ്ങൾ മറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഒരു യോഗ്യമായിരുന്നു എന്ന് പറയാൻ തക്കവണ്ണം ഇസ്രായേൽ വ്യത്യസ്തത കാണിച്ചിട്ടില്ല. സാധാരണ മനുഷ്യരെ പോലെ, അല്ലെങ്കിൽ ഒരുപടി കുറവോ ഒക്കെ തന്നെയായിരിക്കും പലപ്പോഴും അവരുടെ പ്രവൃത്തികൾ. ഇത്രയും നടത്തിക്കൊണ്ടുവരുന്ന ദൈവമുണ്ടായിട്ട് അവർക്കൊന്നിനും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലാഞ്ഞിട്ട് അവരെ നടത്തിയ വിധങ്ങളൊക്കെയും എല്ലാ കാലത്തുമുള്ള ഇസ്രായേലിന് പഴയ ചരിത്രങ്ങളൊക്കെ അറിയാവുന്ന ഇസ്രായേൽ വീണ്ടും ദൈവത്തെ വഴിതെറ്റി നടക്കുന്നത് ആയിട്ട് പോലും ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ മറന്നു കളയുകയില്ല, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ടുണ്ട്. അതെന്നാണ് പറയുന്നത്. ഇന്നും നമുക്കറിയാമല്ലോ, ആ ജനത്തെ ദൈവം ഉള്ളം കയ്യിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. താഴോട്ട്, ഞാൻ ജാതികൾക്ക് എൻ്റെ കൈ ഉയർത്തുകയും വംശങ്ങൾക്ക് എൻ്റെ കൊടി കാണിക്കുകയും ചെയ്യും. യഹോവ എന്നും, ഞാൻ യഹോവ എന്നും
എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്നും നീ അറിയും. അതും ഇസ്രായേലിനോട് പറയുകയാണ്. ഞാൻ യഹോവയാണെന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്നും നീ അറിയും. എൻ്റെ അവസാനത്തിലേക്ക് വരും. യഹോവയായി ഞാൻ നിൻ്റെ രക്ഷിതാവും യാക്കോബിൻ്റെ വീരൻ നിൻ്റെ വീണ്ടെടുപ്പുകാരനുമാകുന്നു എന്ന് സകല ജനവും അറിയും. അപ്പം നീ മാത്രമല്ല. അപ്പം അവിടെ ഇപ്പം എന്താ പറഞ്ഞ ആദ്യം വായിച്ചത് നീ അറിയും എന്നാണ്. 23-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കും ലജ്ജിച്ചു പോകുകയില്ല എന്നും നീ അറിയും. ഇതിൻ്റെ അവസാന വാക്യത്തിൽ വരുന്നത് യഹോവയായ ഞാൻ നിൻ്റെ രക്ഷിതാവും യാക്കോബിൻ്റെ വീരൻ നിൻ്റെ വീണ്ടെടുപ്പുകാരനുമെന്ന് സകല ജഡവും അറിയും, സകല മനുഷ്യരും അറിയും, സകല ജാതികളും അറിയും, ലോകമറിയും. അപ്പോൾ ഇന്ന് ഇസ്രായേലിനെതിരെയാണ് ലോകം മുഴുവൻ നിൽക്കുന്നത്. ഇസ്രായേൽ കൊള്ളരുതാത്തവനാണ്, ഇസ്രായേൽ മറ്റുള്ളവർക്ക് ഉപദ്രവിക്കുന്നവനാണ്, ഇസ്രായേൽ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത് തന്നെ നാശമാണ് ആണല്ലോ. മറ്റുള്ള രാജ്യങ്ങൾക്കെല്ലാം ഇസ്രായേൽ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത് നാശം തന്നെയാണ്. പക്ഷേ ദൈവം അവരെ വെച്ചിരിക്കുമ്പം എങ്ങനെയാണ് ഇവർക്ക് തകർക്കാൻ കഴിയുക? അത് സത്യമായ കാര്യമാണ്. ദൈവമാണ് ഈ ഇസ്രായേലിനെ നിലനിർത്തുന്നത്. ദൈവത്തിൻ്റെ കയ്യിലാണ് അവരിയ്ക്കുന്നത്. ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ് അവരിയ്ക്കുന്നത്. അവരിനെ എത്ര കണ്ട് കൊള്ളരുതാത്തോ എന്ന് പറഞ്ഞാലും ദൈവം അവരെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യും. ഒരിക്കലും ദൈവം ശിക്ഷിക്കാതിരിക്കില്ല. എന്നാലും അവരെ തള്ളിക്കളയാതെ അവരിലൊരു ശേഷിപ്പ് വെച്ചിരിക്കുക തന്നെ ചെയ്യും. അത് ഈ പുസ്തകത്തിൻ്റെ ഒരു നമുക്ക് ലഭിക്കുന്ന ഒരു അറിയിപ്പാണ്. അത് സത്യസന്ധമായ അറിയിപ്പാണ്. അത് ഇസ്രായേലിൻ്റെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 2000 വർഷം ഈ ഭൂതലത്തിൽ ഒരു രാജ്യമായോ ദേശമായോ ഒരു പ്രദേശമായോ അധികാരമായോ രാജാവായോ ഒന്നും ഇല്ലാതിരുന്ന ഒരു സംഗതി വീണ്ടും അതേ നാമത്തിൽ തന്നെ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് ദൈവത്താലല്ലാതെ സാധ്യമല്ല. ഒന്നും ഇല്ലാതിരുന്നിടത്ത് നിന്ന് അല്ലേ? നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെയല്ലേ കാണുന്നത്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുണ്ടായി എന്ന് പറയുന്നത് പോലെ ആണ് ഇവിടെ ഇത് സംഭവിക്കുന്നത്. ഇവിടെ അവരില്ല, ചിതറിപ്പോയി, എല്ലായിടത്തും ചിതറിപ്പോയി. അതായത് രാജ്യങ്ങളിലെ പൗരന്മാരായി ജീവിക്കുകയാണ്. അവിടെ നിന്നൊരു മടക്കി വരവ് സാധ്യമേ അല്ല. പക്ഷേ ദൈവം പറഞ്ഞു ഞാൻ അവർ മടക്കി വരുത്തുമെന്ന്. ആ പ്രവചനം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയാണ് ലോകത്തൊരിക്കലും ഒരിടത്തും സംഭവിച്ചിട്ടില്ലാത്ത ഈ ഒരു തിരിച്ചു വരവ്, യഥാസ്ഥാനപ്പെടുത്തൽ ഒരു രാജ്യത്തെ. മറ്റേ തകർന്നു പോയ കൽദയരായാലും അശ്ശൂരായാലും പിന്നെ എല്ലാം തകർന്നു പോയതെല്ലാം തകർന്നു പോയി, പിന്നെ അതില്ല. അപ്പം എന്നാൽ ഇവർ അവിടെ എങ്ങും ഇല്ലാതിരുന്നിടത്തു നിന്ന് അതേ സ്ഥലത്ത് മടക്കിക്കൊണ്ട് വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. അങ്ങനെ അത്തരം അറിയിപ്പുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജനം, ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനം, ദൈവം അവരെ സംരക്ഷിക്കും, അവരെ ഉപേക്ഷിക്കുകയുമില്ല, കൈവിടുകയും ഇല്ല. 3-ാമത്തെ വായനാഭാഗം വെളിപ്പാട് പുസ്തകം 7, 8, 9 അധ്യായങ്ങൾ. നമ്മളിന്നലെ 6-ാം അധ്യായത്തിൻ്റെ അവസാനം വായിച്ചത് 6-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സംഭവമാണ്. അപ്പോൾ 6-ാമത്തെ മുദ്ര പൊട്ടിച്ചത് സാധാരണ മുദ്ര പൊട്ടിച്ച എല്ലാം 2-3 വാക്യങ്ങളിലങ്ങ് തീരുകയായിരുന്നു. ഇവിടെ 7-ാം അധ്യായത്തിലും ഈ 6-ാം മുദ്ര പൊട്ടിച്ചതിന് ശേഷമുള്ള സംഭവ വികാസങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അവസാനം വായിച്ചത് 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദേശത്തിലെ അല്ലെങ്കിൽ ഭൂമിയിലെ രാജാക്കന്മാരുമൊക്കെ ഒരു ഗുഹകളിലൊക്കെ ചെന്നിരുന്നിട്ട് അവരുടെ കഷ്ടം സഹിക്കാൻ വയ്യാതെ അവർ മലകളോട് പറയുകയാണ്, ഞങ്ങളുടെ മേൽ വീഴുക, ഞങ്ങൾ മരിച്ചു പോകട്ടെ എന്ന് പറയുകയാണ്. അപ്പം ഈ കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വേണം ഞങ്ങളെ വന്ന് മറപ്പിൻ എന്നും പറയുന്നൊരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. എന്നൊരു കാഴ്ചയെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 7-ാമത്തെ അധ്യായത്തിൽ. അതിനുശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ദർശനമാണെന്ന് മനസ്സിലായല്ലോ. അത് ദൈവം യേശുക്രിസ്തുവിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ യോഹന്നാന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്ക് കേടുവരുത്തരുത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുന്ന, അഭിഷിക്തന്മാരായിരിക്കുന്ന അല്ലെങ്കിൽ വ്രതന്മാരായിരിക്കുന്നവർക്ക് ഞങ്ങളൊന്ന് മുദ്രയിട്ട് തീർന്നോട്ടെ. അപ്പോൾ മുദ്രയിട്ട് തീരുന്നത് വരെ നിങ്ങളൊന്നിനും കേടുവരുത്തരുത്. അങ്ങനെ എല്ലാവരും മുദ്രയിട്ടു. മുദ്രയിട്ടവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ. അപ്പോൾ ഈ ഒരു കണക്കിനെ സംബന്ധിച്ച് ഓരോ ഗോത്രത്തിനും കൃത്യമായി 12,000 പേരാണോ
എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ വായനക്കാർക്ക് എപ്പോഴും ഉണ്ടാകും, എനിക്കുമുണ്ട്. അപ്പോൾ കൃത്യം 144,000 ഉള്ളൂ. ഒരു ഗോത്രത്തിലും ഒരാൾ കൂടുതലോ ഒരാൾ കുറവോ ഒന്നുമില്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സകല 12 ഗോത്രങ്ങളിൽ നിന്നും 144,000 പേർ. ഒരു ഗോത്രത്തിൽ നിന്ന് 12,000 പേര് വെച്ച് 12 ഗുണം 12 144,000 പേർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും, അപ്പോൾ ഇത്രയും ഇസ്രായേലിനെ സംബന്ധിച്ചാണ്. ശേഷം പറഞ്ഞിരിക്കുന്നത് സകല ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്ന്. ഇപ്പോൾ ഇവിടെ എണ്ണിയതുപോലെ അല്ല, എന്നാൽ അവരുടെ എണ്ണത്തെക്കുറിച്ച് തിട്ടമുണ്ട്. എന്നാൽ മറ്റു ജാതികളിൽ നിന്നൊക്കെ വന്നവരെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നു. ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പായി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഇസ്രായേലിനേക്കാളും കൂടുതലായി ജാതികളിൽ നിന്ന് വന്നവരാണ് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിരിക്കുന്നുള്ളൊരു കാഴ്ചയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അത് ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടുത്തെ ഒരു കാഴ്ച വെച്ചിട്ട്, കണ്ട കാഴ്ച വെച്ചിട്ട് എഴുതപ്പെട്ടതനുസരിച്ച് അങ്ങനെയാണ്. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അപ്പം വിളിക്കപ്പെട്ടവർക്ക് അല്ല കിട്ടിയത് എന്നുള്ളതാണ് ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും, അതായത് വാഗ്ദത്ത പ്രകാരം ജനിച്ച സന്തതി എന്ന് പറയുന്ന ഇസ്രായേലിന് ലഭിച്ചതിൽ അധികം അങ്ങനെ അല്ലാത്തവർക്ക് അത് ലഭിച്ചു എന്നാണ്. ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും ദാനം ആണല്ലോ. ജാതികൾക്ക് ലഭിക്കുന്നത് ദാനം തന്നെയാണ്. അത് വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നതല്ല, ദൈവം ദാനമായി കൊടുത്തു തന്നെയാണ്. അവിടെ അവർ മൂപ്പന്മാരും എല്ലാം അവിടെ സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെ ചുറ്റും നിന്ന് സിംഹാസനത്തിൻ്റെ മുമ്പിൽ കവിണ്ണു വീണു. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്നവർ പറയുന്നതും അവിടെ കണ്ടു. അവർ ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിലൊരുത്തൻ ഈ യോഹന്നാനോട് ചോദിക്കുന്നുണ്ട്, ഇവർ ആർ എന്ന്, ഈ വെള്ള നിലയങ്കി ധരിച്ച് നിൽക്കുന്നവർ, ഈ മഹാപുരുഷാരം. അപ്പം തിരിച്ച് യോഹന്നാൻ മറുപടി പറയുകയാണ്, ഇവരാരെന്ന് അങ്ങേക്ക് അറിയുമല്ലോ. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് അവിടെ കണ്ടല്ലോ മഹാപുരുഷാരം നിൽക്കുന്നത്. അവരെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് മറുപടി പറഞ്ഞത്, അപ്പം ഈ മറുപടി യജമാനൻ അറിയുമല്ലോ എന്ന് പറഞ്ഞപ്പം ദൂതൻ പറഞ്ഞതാണ്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പായി ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിൻ്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഇത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ 6 മുദ്രകൾ പൊട്ടിക്കുന്നതും 6 മുദ്ര പൊട്ടിച്ചതിന് ശേഷം 6-ാം മുദ്ര പൊട്ടിച്ചതിനെക്കുറിച്ചും പിന്നെ അതിന് ശേഷം 7-ാമത്തെ അധ്യായമൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് 8-ാം അധ്യായത്തിലാണ് പിന്നെ നമ്മൾ 7-ാം മുദ്ര പൊട്ടിക്കുന്നതിനെക്കുറിച്ച് വായിക്കുന്നത്. 6 മുദ്ര പൊട്ടിച്ച് ഇപ്പോൾ 7-ാമത്തെ മുദ്ര. 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് ഓരോരുത്തർക്ക് ഓരോ കാഹളവും ഉണ്ടായിരുന്നു. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണകലശവുമായി വന്നു, യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. അവിടെ പിന്നെ ഒരു വലിയ ഇടിനാഴവും മുന്നലും ഭൂകമ്പവും ഒക്കെ ഉണ്ടായി. പിന്നെ നമ്മൾ വായിക്കുന്നത് ഈ ദൂതന്മാർ 7 പേരും ഒരുങ്ങി നിൽക്കുന്നതാണ് കാഹളമൂതുവാൻ വേണ്ടിയിട്ട്. 1-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ രക്തം കലർന്ന കന്മഴിയും തീയും ഭൂമിയിൽ മേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി. വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. എല്ലാ പച്ചപ്പും വെന്തുപോയി. 2-ാമത്തെ ദൂതൻ ഊതി. അപ്പം ഒരു വലിയ കത്തുന്നൊരു സാധനം മല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് വന്ന് വീണു. കടലിൽ 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. കപ്പലുകളിലും 1/3 ഛേദം വന്നു. അപ്പോൾ കടലിലുണ്ടായിരുന്ന കപ്പലുകളിൽ 1/3 കപ്പലുകളും നശിച്ചുപോയി. 3-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദീപം ജ്വലിക്കുന്നൊരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. നദികളുടെ 1/3 നീരുറവിലായിരുന്നു വീണത്.
അപ്പോൾ ആദ്യം കടലിലായിരുന്നു, പിന്നെ വന്നത് നീരുറവുകളിലും നദികളിലുമൊക്കെയാണ് അത് വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പറ. വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. കൂട്ടത്തിൽ മനുഷ്യർ മരിക്കുന്നുണ്ട്. നാലാമത്തെ ദൂതൻ ഊതി. അപ്പോൾ സൂര്യനിൽ മൂന്നിലൊന്നിനും ചന്ദ്രനിൽ മൂന്നിലൊന്നിനും നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനും ബാധ തട്ടി. അവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി. അപ്പോൾ സൂര്യൻ്റെ 1/3 ചന്ദ്രൻ്റെ 1/3 നക്ഷത്രങ്ങളുടെ എണ്ണങ്ങളിൽ 1/3 ബാധ തട്ടി. അത് മൂന്നിലൊന്ന് ഇരുണ്ട് പോയി. രാവും പകലും മൂന്നിലൊന്ന് വെളിച്ചമില്ലാതായി. അപ്പോൾ അവിടെ സൂര്യൻ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ ഭൂമിയിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമല്ലോ. കാരണം സൂര്യനാണല്ലോ ഭൂമിയിലേക്ക് വെളിച്ചം തരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കഴുകൻ വന്നിട്ട് ഇനി കാഹളമൂതാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം എന്ന് 3 പ്രാവശ്യം അവർ ഉരക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും. 3 പ്രാവശ്യം എന്നല്ല, കഷ്ടം 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 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ നടക്കുന്നതും ഒരു കാഴ്ചയും ഞാൻ കണ്ടു. ആ ശബ്ദം കേൾക്കുകയും ചെയ്തു. ഇനി 5-ാമത്തെ ദൂതൻ 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, 5-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു. ആ താക്കോൽ കൊണ്ടവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിൻ്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. തേളിൻ്റെ കേട്ടിട്ടുണ്ടല്ലോ, കൊണ്ടിട്ടില്ലെങ്കിലും. നമുക്ക് തേളിൻ്റെ ഭയങ്കര ശക്തിയാണ് അതിന്. ചെറിയ തേളായാലും വലിയ തേളനുസരിച്ച് ശക്തി കൂടും. അതിൻ്റെ വാലിലാണ് അതിൻ്റെ ശക്തി വിഷവുമൊക്കെ ഇരിക്കുന്നത്. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യന്മാർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത്. അപ്പം നേരത്തെ മുദ്രയിടുന്നതിനെക്കുറിച്ച് നമ്മൾ വായിച്ചല്ലോ. മുദ്രയിട്ട് കഴിയുന്നവോളം ഒന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അപ്പം നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കൊക്കെ ഒരു കഷ്ടത വരുന്നതിനെ സംബന്ധിച്ചാണ് അവിടെ അങ്ങനെ കൽപ്പന ഉണ്ടായതാണ് പറയുന്നത്. അവരെ കൊല്ലുവാനാവില്ല. അപ്പോൾ ഈ മുദ്രയില്ലാത്തവരെ കൊല്ലാനല്ല, 5 മാസം ദണ്ഡിപ്പാനാണ് അവർക്ക് അധികാരം ലഭിച്ചത്. അപ്പോൾ അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ ആയിരുന്നു എന്നാണ്. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും. അപ്പോൾ ഇങ്ങനെ 5 മാസം ദണ്ഡനമാകുമ്പോഴത്തേക്ക് എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയും. പക്ഷേ മരണം കൊതിച്ചാൽ പോലും മരണം അവരെ വിട്ട് ഓടിപ്പോകും. മരണം അവർക്ക് ലഭിക്കുകയില്ല. അതാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കഷ്ടതയുടെ സമയത്തെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. പിന്നെ അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു. അവൻ എബ്രായ ഭാഷയിൽ അബ്ബദോൻ എന്നും യവന ഭാഷയിൽ അപ്പൊല്ലുവൻ എന്നും പേർ. ഇപ്പോൾ ഒരു അഗാധ ദൂതനെ സംബന്ധിച്ച് അവിടെ വായിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന കാഴ്ചകളാണ്. നമുക്ക് അത് കഴിഞ്ഞിട്ട് പറയാണ്, കഷ്ടം 1 കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു. അപ്പോൾ ഒരു കഷ്ടമാണ് ഇപ്പോൾ കഴിഞ്ഞത്, ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു എന്ന് പറയുന്നുണ്ട്. 5 ദൂതൻ ഊതിയത് നമ്മൾ കണ്ടു. ഇനി 6-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിൻ്റെ കൊമ്പുകളിൽ നിന്നൊരു ശബ്ദം കാഹളമുള്ള 6-ാം ദൂതനോട് യൂഫ്രട്ടീസ് എന്ന മഹാനദീ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അയച്ചുവിടാൻ പറയും. അപ്പോൾ അവിടെ 4 ദൂതന്മാർ ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അവരെ അയച്ചുവിട്ടു. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട് മാസം ദിവസം നാഴികയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന 4 ദൂതന്മാരെയും അയച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 മടങ്ങ് എന്ന് ഞാൻ കണ്ടു. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ, അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണവുമായ കവചമുണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ. അപ്പോൾ അവരെ ഈ ശിക്ഷ കൊടുക്കാൻ വേണ്ടി അയച്ചുവിടുകയാണ് ഈ 4 ദൂതന്മാർ. അവരുടെ ഒരു പ്രകടമായ രീതിയാണ്, പ്രകടമാണ് എങ്ങനെയാണ് കാണുന്നതെന്നുള്ളതാണ് നമ്മളിപ്പോൾ വായിച്ചത്. അവരുടെ വായിൽ നിന്ന് തീ, പുക, ഗന്ധകം എന്നീ അവരുടെ പുറപ്പെട്ടതിൽ നിന്ന് അവർ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. ഭൂമിയിലെ 1/3 മനുഷ്യരെ കൊല്ലുവാൻ തക്കവണ്ണമാണ് അവർക്ക് വായിൽ നിന്ന് തീയും ഗന്ധകവും പുകയൊക്കെ അവരിൽ നിന്നുണ്ടായത്. കുതിരകളുടെ ശക്തി വാലിലും വായിലുമായിരുന്നു. വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതുമായിരുന്നു. ഇവയാൽ എത്രയും കേടുവരുത്തുന്നത്. എന്നിട്ട് നമ്മൾ വായിക്കുന്നതാണ് വളരെ സങ്കടകരമായൊരു കാര്യം. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യർ, ഇപ്പോൾ ബാധകൾ കാരണം മനുഷ്യ പോയ 1/3 മനുഷ്യരെക്കുറിച്ച് പറയുന്നുണ്ട്. ബാക്കിയുള്ള മനുഷ്യർ ദുർഭൂതങ്ങളെയോ കാണുവാനും കേൾപ്പാനും നടപ്പാനും വയ്യാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയോ നമസ്കരിക്കാതെ തങ്ങളുടെ കൈപ്പണി വിട്ട്, തങ്ങളുടെ ഈ ദുഷ്ടത വിട്ട് മാനസാന്തരപ്പെട്ടില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്.
അവർ തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. അപ്പോൾ ഈ കഷ്ടമൊക്കെയും കണ്ടിട്ടും മാനസാന്തരപ്പെട്ട് തിരിച്ച് ദൈവത്തിങ്കിലേക്ക് വരാത്ത, ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത, ദൈവമാരെന്ന് അന്വേഷിക്കാത്ത ഒരു ശേഷം ജനസാമാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതുതന്നെയാണ് യേശുക്രിസ്തു ആ ഉപമയിൽ പറയുന്നത്. ലാസർ പറയുന്നുണ്ടല്ലോ, ഇവിടെ എൻ്റെ ലാസറല്ല, ധനവാൻ പറയുന്നുണ്ടല്ലോ, ലാസറിനെ എൻ്റെ അപ്പൻ്റെ കുടുംബത്തിലേക്കൊന്ന് അയക്കണം, മരിച്ചവൻ ചെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും എന്ന്. അപ്പോൾ യേശുക്രിസ്തു പറയുന്നത് അവർക്കവിടെ പ്രവാചകന്മാരും ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന പോലെയാണ്. അവർക്കിവിടെ ബാധകളും ഒക്കെ ഉണ്ട്. എന്നിട്ടും അതിൽ കണ്ടിട്ടും അവർ പറഞ്ഞിട്ടും അവർക്ക് ഈ കഷ്ടങ്ങൾ കണ്ടിട്ടും കഷ്ടം അനുഭവിച്ചിട്ടും അവർ മനം തിരിഞ്ഞു വന്നില്ല എങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുത്ത് എഴുന്നേറ്റ് പോയാലും നോ പറയുമെന്ന് തന്നെയാണ് യേശുക്രിസ്തു പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇത്രയൊക്കെ കഷ്ടം മറ്റുള്ളവർ മരിക്കുകയൊക്കെ ചെയ്ത് കണ്ടിട്ടും അവരവരുടെ അന്യദൈവങ്ങളുടെയുള്ള ആരാധന വിട്ടുപിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ലോകത്തിൻ്റെ ഒരു ക്രമമാണ്, ശീലമാണ്, സ്വഭാവമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ മുമ്പിൽ ഇതെല്ലാം കൃത്യമായി എഴുതപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കണ്ട് അതിശയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ചുറ്റും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളിത് അതിശയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇത് അങ്ങനെയാണെന്ന് ദൈവം നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമ്മളെന്തുവായി, ഞാൻ നേരത്തെ നിങ്ങളോട് പ്രസ്താവിച്ചിട്ടുണ്ട്, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ നേരത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഭാഗം നമുക്കും ബാധകമാണ്. നമ്മളോടും ദൈവം അറിയിച്ചിട്ടുണ്ട്, നമ്മളോട് അറിയിക്കാതിരുന്നിട്ടില്ല. പുസ്തകം വായിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള കഷ്ടങ്ങൾ നമ്മുടെ ചുറ്റും വരും. ചിലപ്പോൾ നമ്മുടെ കാലത്തായിരിക്കും ഈ പറയുന്ന കഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോഴും നമ്മൾ ദൈവത്തെ കൂടുതൽ മുറുകെ പിടിക്കുകയും കഷ്ടം വരുമ്പോൾ ദൈവമേ നമ്മൾ വിളിക്കുകയും ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മളെപ്പോലെ ഉള്ളവർ പോലും ഈ കഷ്ടം വരുമ്പം ഈ ദൈവത്തെ വിട്ടുപോകുന്നത് ചിലപ്പം കാണുമായിരിക്കും. അപ്പോഴും ലോകത്ത് അന്യദൈവങ്ങളെ ആരാധിച്ച് നടക്കുന്നവർ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ വിഗ്രഹങ്ങളെ തന്നെ തുടർന്നും ആരാധിക്കുന്നത് കാണും. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. അതങ്ങനെ തന്നെയാണ്. 3 വായനാ ഭാഗങ്ങളിലൂടെ സമാപിക്കുന്നു. പുതിയ വായനാ ഭാഗങ്ങളുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നന്ദി.